നമസ്കാരം, ഞാൻ മൃണാളിനി. എനിക്ക് എൻ്റെ മെയിൻ ജോലി എന്ന് വെച്ചാൽ ഫുഡ് ബ്ലോഗാണ്. ഈ ഫുഡ് ബ്ലോഗ് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഓരോരോ ഷോപ്പിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം ഉണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ പറയും വായിൽ വയ്ക്കാൻ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും. പക്ഷേ ഞാൻ കാരണം കുറേ പേരെ അന്നം മുടങ്ങിയിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം നമ്മളൊരു കാര്യം കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയണമല്ലോ. അതെൻ്റെ ജോലിയാണ്. ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാരണം ഇഷ്ടം പോലെ ചിലപ്പോൾ വല്ല കറിയിൽ ഇച്ചിരി ഉപ്പ് കുറഞ്ഞാൽ ഞാൻ പറയും കൊള്ളൂല. കാരണം അത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ ഞാൻ കഴിച്ചു നോക്കും. കണ്ണൂരിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് പിടിക്കും. അപ്പം ഞാൻ പറയും കൊള്ളൂല എന്ന് പറയും. കാരണം അതങ്ങനെയാണ്. പക്ഷേ എനിക്ക് കേരളത്തിലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം പാവപ്പെട്ട ആൾക്കാർക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ എയിം. അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാനൊരു ചായക്കട തുടങ്ങാൻ തീരുമാനിച്ചു. എൻ്റെ ചായക്കടയിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് ജ്യൂസ് വേണോ? ജ്യൂസ് കുടിക്കാം. പക്ഷേ അതിലിടുന്ന സ്ട്രോ ₹1 തന്നാലേ ഞാൻ തരുള്ളൂ. അതെന്താ സംഭവം എന്നറിയാവോ? സ്ട്രോ വെറുതെ കിട്ടൂല. പാവപ്പെട്ടവരല്ലേ, ഒരു ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ ജ്യൂസ് സ്ട്രോ ഇല്ലാതെ കുടിക്കാമല്ലോ. പണക്കാർ സ്ട്രോ ഇട്ട് കുടിക്കട്ടെ, അതല്ലേ ഹീറോയിസം. പക്ഷേ നിങ്ങൾക്ക് സ്ട്രോ വേണമെങ്കിൽ ₹1 നിങ്ങൾ എനിക്ക് തന്നോ, സ്ട്രോ തരും. ചോറ് ഇപ്പോൾ കുറച്ച് ചോറ്, ഇപ്പോൾ എനിക്കിന്ന് കുറച്ച് വിശപ്പുള്ളൂ, നിങ്ങൾക്ക് കുറച്ച് ചോറ് മാത്രം കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ സാധാരണ ഒരു ₹50 മീൽസ് ഈ സമൃദ്ധി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കടയിൽ പോയാലും ഒരു 3-4 കൂട്ടം കറി ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഞാനതൊക്കെ കഴിച്ചിട്ട് അത് വേസ്റ്റ് ചെയ്താലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അച്ചാർ കൂട്ടി ചോറ് തിന്നണോ, അച്ചാർ മാത്രം മേടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു 3-4-5 കൂട്ടം കറി കൂട്ടി ചോറ് തിന്നണോ, അപ്പോൾ അതെല്ലാം ഇത്തിരി മേടിക്കാം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ₹50 വെച്ചിട്ടായിരിക്കും ഓരോ കറിക്ക് ഞാൻ ഇടുന്ന പൈസ. അപ്പോൾ നിങ്ങൾ ഈ ₹50 വെച്ചിട്ട് മേടിക്കുമ്പോൾ ഏകദേശം ഒരു ഊണിന് ചിലപ്പോൾ ഒരു 350-400 ആവും. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ കഴിക്കണത് ഇപ്പോൾ ഞാൻ ട്രെയിൽ അടിക്കണതാണ്. കാരണം എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ എൻ്റെ അമ്മൂമ്മ ഉഗാണ്ടയിലായിരുന്ന സമയത്ത് പോക്ര പോയി വന്നപ്പോൾ പഠിപ്പിച്ച ഒരു റെസിപ്പിയാണ്. ആ റെസിപ്പിയുടെ സാമ്പാർ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്പാറിൻ്റെ ഞാൻ തുടങ്ങുന്ന ഹോട്ടലിൽ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തക്കാളി, വെണ്ടയ്ക്ക അങ്ങനത്തെ സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ ഒഴിവാക്കി വയ്ക്കും. അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് മേടിക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും ഉള്ള നിങ്ങൾക്ക് ഫുഡാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്കത് സാമ്പാറിൽ ആഡ് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാം ഇപ്പം നിങ്ങൾക്ക് വെള്ളം കുടിക്കണോ, നിങ്ങളുടെ ടേബിളിൽ ഞാൻ കൊണ്ടുവന്ന് വെള്ളമൊന്നും തരുമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് വേറെ പണിയില്ല. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ പോയി കുടിക്കണം. ഞാൻ ലക്ഷങ്ങൾ മുടക്കി വാട്ടർ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ടേബിളിൽ കൊണ്ട് വെള്ളം തരാനൊന്നും എനിക്കിവിടെ നേരമില്ല. ഇന്ന് നമ്മൾ ചോറിനുമ്പോൾ ഇത്തിരി തരപ്പയിലെങ്ങാനും കയറി കണ്ണ് മേടിച്ച് അവിടെ ഇരുന്ന് മേടിക്കുള്ളൂ, അവിടെ പോയി വെള്ളം എടുക്കണം. അങ്ങനെ ഞാനേ ഒരു ഹോട്ടൽ കേരളത്തിൽ ഒരു വർഷം കൊണ്ട് ഒരു 10,000 ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിൽ വരുന്നവർക്കൊക്കെ പാവപ്പെട്ടവനല്ലേ വരുന്നേ, അവൻ നടന്നു വരെ 2 വീലറിന് വരെ ചെയ്യട്ടെ. ഇപ്പം ഞാൻ നല്ലൊരു ബിൽഡിംഗ് എടുത്ത് നല്ലൊരു ഹോട്ടൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ കാർ പാർക്കിങ്ങിനൊക്കെ നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ കാശില്ലല്ലോ. അപ്പം അതുകൊണ്ട് പാവപ്പെട്ടവർ നടന്നു പറ്റേ, അതല്ലേ ഹീറോയിസം. ആദ്യം പൈസ അടച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കും. അല്ലാതെ ഫുഡ് അടിച്ചിട്ട് പിന്നെ അവർ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, മനസ്സിലായ? പിന്നെ ബിരിയാണി ഞാനിവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെതായ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. ആവശ്യമുള്ളവർ കഴിച്ചാൽ മതി. വെറുതെ ഒന്നെ കുറ്റം പറയാൻ നിൽക്കട്ടെ. പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങളെന്നെ കുറ്റം പറഞ്ഞാൽ തന്നെ നിങ്ങൾ നല്ല ബിരിയാണി കഴിക്കാഞ്ഞിട്ടാണ്, നിങ്ങൾ നല്ല ചോറുണ്ടാണ്ടാന്നേ ഞാൻ പറയുള്ളൂ. എന്താ രുചി. പക്ഷെ ഈ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഫുഡ് തന്നെ കഴിക്കണം. അല്ലാതെ കഴിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് കുറേ പേരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. കൊള്ളൂല്ലെങ്കിൽ ഞാൻ കൊള്ളൂലെന്ന് തന്നെ പറയും. അതുകൊണ്ട് ഞാൻ ചെയ്യണം എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഖത്തേക്ക് പറയാം. എൻ്റെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കൊള്ളൂല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് കൊള്ളൂല എന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും വേണേ കഴിച്ചാൽ മതി, നിനക്ക് നല്ല ഫുഡ് കഴിക്കാണ്ടല്ലേ. നല്ല ഫുഡ് ഞാൻ ആദ്യം കഴിക്കാൻ പഠിക്കും. പിന്നെ
എൻ്റെ ഹോട്ടലിൽ ഞാൻ കുറേ കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ, ഞാൻ തന്നെ ആദ്യം തന്നെ നന്നായിട്ട് കഴിക്കും. എന്നിട്ട് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒക്കെ ചെറിയ ചെറിയ പോർഷനിലൊക്കെ നമുക്ക് തരും. പക്ഷെ ഇതെല്ലാം കൂടി ഇനി നിങ്ങൾക്ക് കുറേ പൈസ ചിലവാക്കണോ? കുറേ കാശായിട്ട് വന്നു. പക്ഷേ എൻ്റെ ഉന്നമനം പാവപ്പെട്ടവനാണ്. നമ്മൾ ഇപ്പം 50 രൂപയ്ക്ക് ഒരു 2-3 കൂട്ടം കറിയും സാമ്പാർ, അതൊക്കെ നമ്മുടെ സാധാരണ കടയിലെ ചേട്ടന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോറ്റങ്ങൾ പിന്നെ ഒഴിച്ചു തരും. അങ്ങനെ ഇഷ്ടംപോലെ കടകളുണ്ട് നമ്മുടെ അറിവിൽ. പക്ഷേ നമ്മുടെ കടയിൽ രണ്ടാമത് കിട്ടണമെങ്കിൽ കാശ് തന്നെ. അപ്പോൾ എന്താ സംഭവം എന്നറിയാവോ? ഇത് സാമ്പാർ ചോറിൽ വെച്ചിട്ട് നിങ്ങൾ കഴിക്കാണ്ടിരുന്ന എന്ത് ചെയ്യും? സാമ്പാർ ചോറിൽ വെച്ചിട്ട് കഴിക്കാണ്ടിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം എൻ്റെ സാമ്പാർ വേസ്റ്റ് ആവൂലേ? നീ തൈര് കൂട്ടിയാണോ ചോറ്? തൈര് ചോറ് മാത്രം മേടിക്ക്, കഴിക്ക്. എന്നിട്ട് നിങ്ങൾ കുറ്റം പറ. ഇപ്പം എൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറഞ്ഞ്, കുഴപ്പമില്ല. കാരണം അത് ഉപ്പ് ഇട്ടാൽ പോരെ. ഉപ്പിനൊക്കെ ഒരു വലിയ പ്രശ്നമാണോ? പക്ഷെ ഞാൻ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് കഴിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞ അത് സമ്മതിക്കൂല. വായിൽ വെക്കാൻ കൊള്ളൂല. വായിൽ വെക്കാൻ കൊള്ളൂല്ലെങ്കിൽ വായിൽ വെക്കാൻ കൊള്ളൂല തന്നെ ഞാൻ പറയും. ഞാൻ എത്ര നാൾ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു കട തുടങ്ങണം, പാവപ്പെട്ടവരെ സഹായിക്കണം. ഒരു ഹാഫ് ബിരിയാണിക്ക് 100 മേലെ ഞാൻ മേടിക്കും. ചിലപ്പോൾ പാവപ്പെട്ട ഇപ്പം ഈ മലബാർ ബിരിയാണി ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ ഈ അങ്കമാലി ബിരിയാണി കട എന്നൊക്കെ പറഞ്ഞിട്ട് അൺലിമിറ്റഡ് ചോറൊക്കെ തരും നമുക്ക് പാവങ്ങൾ. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമുക്ക് ഒരു 10-250 രൂപ ബിരിയാണി മേടിച്ച് പാവപ്പെട്ടവർ കഴിക്കട്ടെ. അതല്ലേ ഹീറോയിസം. അങ്ങനെ ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ട് എന്നെ കുറ്റം പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. കാരണം പണക്കാരായ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എൻ്റെ ഹോട്ടൽ, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. കേട്ടോ, മീനെല്ലാം പൊരിഞ്ഞിട്ടുണ്ട്.